ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫാമിലിയിൽ വന്നേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ കുറേ ആനിമൽസ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ക്യാമൽ നിൽപ്പുണ്ട്. അതിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാണ്. ഒരുവിധം എല്ലാ ആനിമൽസിനെയും നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാമലിനൊന്ന് ഫീഡ് ചെയ്യാം. ക്യാമലിന് ഞാൻ ഫീഡ് ചെയ്യാണ്. പിന്നെ ഇവിടെ ഫുള്ള് മിസ്റ്റൊക്കെ വെച്ച് നല്ല കൂളിങ് കിട്ടാനായിട്ട് മിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഹോഴ്സിന് ഫീഡ് ചെയ്തു. ഹോഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. കുറേ പുല്ല് അവിടെ താഴ്ത്തു വീണെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമുണ്ട്, ഒരു പോണ്ട് പോലത്തെ സൂപ്പർ സ്ഥലം. അവിടെ കുറേ ഡക്സ് ഉണ്ട്, ഗൂസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫ്ലൈയിങ് സ്ക്യൂരലിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ തോളത്തൊക്കെ വെച്ചു ഫ്ലൈയിങ് സ്ക്യൂരലിനെ. നല്ല സോഫ്റ്റാണ് ഫ്ലൈയിങ് സ്ക്യൂരൽ. ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ഡക്കിൻ്റെ കൂട്ടം കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കി. അപ്പോൾ നമുക്ക് ഡക്കിന് ഫീഡ് ചെയ്യാം. നമുക്ക് കൈയും വെച്ച് ഫീഡ് ചെയ്യാം. പിന്നെ അവരൊരു സ്പൂൺ പോലത്തെ സാധനം തരും, അതിൽ ഫീഡ് ചെയ്യാം. പിന്നെ പല തരത്തിലുള്ള ഹെന്നുണ്ട്. അപ്പോൾ ഇത് ഒരു യെല്ലോ കളറാണ്. പിന്നെ കാങ്കരൂസ് ഉണ്ട്. ഇതൊക്കെ സ്ലീപ്പിംഗ് ഉണ്ട്. പിന്നെ കുറേ ബേർഡ്സ് ഉണ്ട്, പിന്നെ ഇത് ഒരു തരം ബേർഡാണ്, സ്പാരോ ആണ്. ഇത് ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്കയാണ്. ഇത് ഇവിടെ കഴുകമുണ്ട്. പിന്നെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ ലവ് ബേർഡ്സ് ഒക്കെ പോലത്തെ കുറേ ബേർഡ്സ് ഉണ്ട്. ഫിഞ്ചസ് ഉണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ കേജസ്. പിന്നെ പ്രാവുകൾ, എല്ലാ ബേർഡ്സും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നപ്പോഴാണ് ഇഗ്വാനയുടെ ഒരു കേജ് ആണ്. അത് നിറച്ച് ഇഗ്വാന ഉണ്ട് കേട്ടോ. ഇഗ്വാനൊക്കെ സ്ലീപ്പിംഗ് ആണ്. പിന്നെ ഇവിടെ കുറേ പൈത്തൺസ് ഉണ്ട്. ഇത് എന്ന് പറയുന്നത് ഒരു പൈനാപ്പിൾ കുന്നൂറാണ്. പിന്നെ നമ്മൾ എമ്മുവിനെ ഫീഡ് ചെയ്യാൻ പോയി. പിന്നെ എമ്മുവിനെ ഫീഡ് ചെയ്യുന്ന വീഡിയോ ലാസ്റ്റ് ക്ലിപ്പിലുണ്ട്. രണ്ട് എമ്മുവിനെ നമുക്ക് ജസ്റ്റ് കാണാനൊക്കെ പറ്റുള്ളൂ. ലാസ്റ്റത്തെ ക്ലിപ്പിൽ ഒരു എമ്മു ഉണ്ട്, അതേ നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നെ ഇവിടെ ഓസ്ട്രിച്ച് ഉണ്ട്. കുറേ ആനിമൽസും ബേർഡ്സും ഉണ്ട്. നമുക്ക് മിക്കത്തിനെ നമുക്ക് ഇങ്ങനെ അടുത്ത് വെച്ച് ഇങ്ങനെ കാണാം. ശരിക്കും സൂയിലൊക്കെ പോയാൽ നല്ല ഡിസ്റ്റൻസിലല്ലേ നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. ഇത് നല്ല അടുത്ത് കാണാം. പിന്നെ ആ പോണ്ട് പോലത്തെ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ കോഴിക്കാർപ്പിന് ഫീഡ് ചെയ്യാൻ പോയി. നല്ല രസമാണ് കോഴിക്കാർപ്പിന് ഫീഡ് ചെയ്യാൻ. നമ്മളിങ്ങനെ തീറ്റ കൊടുക്കാണ്ട് അടച്ച് പിടിക്കണം. അപ്പോൾ എല്ലാ കോഴിക്കാർപ്പും നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന പരിപാടിയാണ്. നല്ല റെഡ് കളറിലുള്ള കോഴിക്കാർപ്പുണ്ട്, മിക്സഡ് ആയിട്ടുള്ളതുണ്ട്. ഇത് ശരിക്കും ഇന്ത്യൻ കോഴിക്കാർപ്പല്ല കേട്ടോ. ഇന്ത്യൻ കോഴിക്കാർപ്പാണെങ്കിൽ ചെറുതായിട്ടേ വളരുള്ളൂ. പിന്നെ നമ്മളെ കൈ വയ്ക്കുമ്പോൾ ഒന്നും വരില്ല. അങ്ങനത്തെ കുറേ ഇതുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഗോട്ടിനെ കണ്ടു. അതിന് 4 കൊമ്പുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് പിടിച്ചേക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എമ്മൂനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. ഈ എമ്മൂനെ മാത്രമേ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ നമുക്ക് എല്ലാ ഫീഡും ഈ കൂടുകളുടെ ഒക്കെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഈ എമ്മൂനൊക്കെ ഞങ്ങൾ ഫീഡ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു
ഇങ്ങനെ കുതിരയൊക്കെ വലിച്ചുകൊണ്ട് പോകണ പോലത്തെ കാള വലിച്ചുകൊണ്ട് പോകുന്നൊരു ഇങ്ങനെ വണ്ടിയുണ്ട്. അതുമ്പോൾ നമുക്ക് നല്ല സുഖത്തിൽ കയറി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഇത് ഗൂസാണ്, ഇത് ആഫ്രിക്കൻ ഗൂസാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായി തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ, വെക്കേഷനല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരിക. അപ്പോൾ സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.